ശ്രീദുർഗ വിദ്യാനികേതൻ സ്കൂൾ കൂട്ടങ്ങാരം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. പരിപാടി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനി ആരതി മണികുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്തൊക്കെ അനുഭവങ്ങളാണോ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ വിദ്യാലയത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന രീതിയിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഈ വിദ്യാലയത്തിൽ ചേരാനുള്ള പ്രധാന കാരണം എൻ്റെ അമ്മയാണ്. എൻ്റെ ഏട്ടൻ പഠിച്ചിട്ടുള്ളത് വടകരയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു CBSE സ്കൂളിലാണ്. അപ്പം അവൻ ഒരു 3-4 വയസ്സുള്ള നേരം LKG UKG പഠിക്കുന്ന കുട്ടിയാകുമ്പോൾ ഒരുപാട് അവനെക്കാളും താങ്ങാവുന്നതിലധികം ആ വയസ്സിന് ഉള്ള ഒരു കുട്ടി താങ്ങാവുന്നതിലധികം ഹോംവർക്കുമായിട്ട് വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു അമ്മക്ക് തോന്നിയിട്ടുള്ളത്. ഏട്ടൻ ജനിച്ച ഒരു 8 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനുണ്ടായത്. അപ്പോൾ അതിനിടയിൽ അമ്മക്ക് തോന്നി ഇതൊന്ന് മാറ്റി പരീക്ഷിക്കണം. അങ്ങനെയാണ് വിദ്യാനികേതനെ പറ്റി കേൾക്കുന്നതും വിദ്യാനികേതന്റെ പഠന രീതികൾ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് അറിഞ്ഞിട്ട് അമ്മ അങ്ങനെയാണ് എന്നെ ഇവിടെ കൊണ്ടു ചേർക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ LKG UKG ഇല്ല, അരുണോദയാണ്, ടീച്ചേഴ്സ് എല്ലാം ചേച്ചിയും മാമനുമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് അരുണോദയ ക്ലാസ്സുകളിൽ എഴുത്ത് ഇല്ല, പഠനം വേറൊരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു. ഞങ്ങളെല്ലാവരെയും നിലത്തിരിപ്പിക്കും, ഞങ്ങളുടെ മുന്നിൽ ഓരോരോ അക്ഷരങ്ങൾ എഴുത്തരും. ചിലപ്പോൾ അത് ആ ആയിരിക്കും, ചിലപ്പോൾ അത് A ആയിരിക്കും. ആ അക്ഷരങ്ങളുടെ മേലെ ഒരു മഞ്ചാടിക്കുരുവോ എന്തെങ്കിലും വെച്ചിട്ടാണ് ഞങ്ങൾ അന്ന് അക്ഷരം ആ ഒരു ഘടന ഒരു അക്ഷരത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത്. ശേഷം 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ എത്തി. അവിടുന്നാണ് ഞങ്ങൾക്ക് എഴുത്തും വായനയും എന്നുള്ളത് ശരിയായ രീതിയിൽ തുടങ്ങുന്നത്. പക്ഷെ അത് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് അറിയേണ്ട വന്നിട്ടില്ല, അത്ര എളുപ്പത്തിലായിരുന്നു. കാരണം അങ്ങനെ ഞങ്ങൾ ചെറുപ്പത്തിൽ വളർന്നു വന്ന ആ രീതി കൊണ്ടായിരിക്കണം, ആ പഠിച്ച രീതി കൊണ്ടായിരിക്കണം എളുപ്പത്തിൽ വായനയും എഴുത്തും വായനയും പെട്ടെന്ന് പഠിച്ചതുപോലെ തോന്നിയെന്ന് അമ്മ പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും ഇതാണോ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം എല്ലാവർക്കും, ഞങ്ങൾക്കാർക്കും ഒരു 3-4 വയസ്സിൽ ഞങ്ങളെ കൊണ്ട് താങ്ങാവുന്നതിലധികം വലിയ ഒരു ഹോംവർക്കായിട്ട് വീട്ടിൽ പോകേണ്ട വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അതൊരു വീട് എന്നുള്ളതായിരുന്നു ആ വിദ്യാലയത്തിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വീട് എന്നുള്ള പ്രതീതി ജനിപ്പിക്കാൻ ഞങ്ങളുടെ അധ്യാപകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കുറച്ചു കാലം ആദ്യം തന്നെ ഒരു കുഞ്ഞിനെ സ്കൂൾ കൊണ്ടുവിടുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു സ്കൂളിൽ പോകാൻ. മാത്രമല്ല അവിടുന്ന് കിട്ടുന്ന ഞങ്ങൾക്ക് കളിക്കാനും പഠിക്കാനും ഉള്ള ഒരു അന്തരീക്ഷം വേറെ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ കുറച്ച് സംശയം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ വളർന്നു വരുമ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നില്ല, വടകരയായിരുന്നു, ചോളംവയലിലായിരുന്നു ഞങ്ങളുടെ സ്കൂള്. അപ്പൊ അവിടെ വരുമ്പോൾ തീർച്ചയായും പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഇല്ലാത്ത സ്കൂളാണ്, ഞങ്ങളുടെ സിലബസ് വ്യത്യസ്തമായിരുന്നു. വിദ്യാലയ സമിതി പ്രസിഡന്റ് ചെറുവച്ചേരി രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിഹാരിക ദിവാകരൻ സമ്മാനദാനം നടത്തി. വിദ്യാലയ സമിതി രക്ഷാധികാരി ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി. ചടങ്ങിൽ വെച്ച് സാമൂഹിക പ്രവർത്തകൻ കോമത്തരാജനെ ആദരിച്ചു. സ്കൂൾ PTA മെമ്പറായ ഷിലു സുജേഷിന്റെ കവിതാ പ്രകാശനവും നടന്നു. ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് മാതൃസമിതി പ്രസിഡന്റ് വിദ്യാ പ്രമോദ്, സെക്രട്ടറി വിജയൻ മാസ്റ്റർ, മനോജ് കുമാർ PK എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് സ്കൂൾ HM സ്മിത B നായർ സ്വാഗതവും റീജ MK നന്ദിയും പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീജ PK റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി.